അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയ്ക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണ് കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, നോമ്പിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സഹനങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് വിശുദ്ധ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഒന്ന് മനസ്സിലാക്കുകയാണ്. സഹനങ്ങളുടെ മുൻപിൽ, പ്രലോഭനങ്ങളുടെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക എന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ 1 ഉണരണം, 2 ഉയരണം, 3 പ്രാർത്ഥനയിലൂടെ മാറണം. ഉണർന്നിരിക്കണം ഈശോ പറയുന്നതാണ്. നമുക്കറിയാം, സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഈശോയുടെ അടുത്തിരുന്ന് ഉറങ്ങുന്നത് ആരൊക്കെയാണെന്നറിയാവോ? പള്ളിയിലിരുന്ന് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്, മൈക്ക് മാറ്റിയിട്ട് ഞാൻ പറയാം, അച്ഛന്മാരും സിസ്റ്റേഴ്സും, പിന്നെ നമ്മൾ ഇച്ചിരി പ്രാർത്ഥനക്കാരും. നമ്മുടെ അത്രയും കർത്താവിൻ്റെ അടുത്തിരുന്ന് ഉറങ്ങുന്നത് വേറെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഉണരണം. ഉണർന്നിരിക്കുന്നതിന് മാത്രമേ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് ഓർമ്മിക്കാം. രണ്ടാമത്തേത് ഉയരണം. വചനം ഈ ഉയർന്ന ഇടത്തെക്കുറിച്ച് ധാരാളം സൂചിപ്പിക്കുന്നുണ്ട്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടി ഉയർന്ന മലമുകളിലേക്ക് പോയി. ഗത്സമേൻ മലമുകളിലേക്ക് പോയി. ഉയർന്ന ഇടങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ ഇങ്ങനെ കിടന്ന് വിരകുന്ന ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നിന്നോട് പ്രാർത്ഥന പറ്റുകയില്ല. കുറച്ചൊന്ന് ഉയരണം. ആത്മീയ ജീവിതത്തിലൊരല്പം ഉയർന്നു നിന്നിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ ഈ ഭൗതികതയുടെ ലോകത്തിൻ്റെ എല്ലാ ചാബല്യങ്ങളിലും മുഴുകി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നടക്കില്ല. ഉയരണം. മൂന്നാമത്തേത് മാറണം. ക്രിസ്തു തന്നെയാണ് ദൃഷ്ടാന്തം. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ ഭാവം മാറി, രൂപം മാറി, ഇല്ലേ? രൂപാന്തരീകരണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈ മാറ്റം പ്രാർത്ഥനയോടുകൂടി ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കുറിച്ചിടാം. നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ ഉണരണം, ഉയരണം, മാറണം. ഗത്സമേൻ അനുഭവം. നോമ്പുകാലത്തിൽ നാം ഏറ്റവും അധികം ധ്യാനിക്കേണ്ട വചനഭാഗങ്ങളിൽ ഒന്നല്ലേ ഈ ഗത്സമേൻ അനുഭവം? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജീവിതത്തിൽ അവിടുന്ന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രലോഭനം അത് ഗത്സമേനാണ്. എന്താണ് ആ പ്രലോഭനം? ഈ അടുത്ത മണിക്കൂറുകളിൽ താൻ കടന്നു പോകേണ്ട വലിയ വേദനകളെല്ലാം അവൻ കാണുകയാണ്. അത് കണ്ടിട്ട് ഇതൊന്നും മാറിയിരുന്നെങ്കിൽ, ഈ പാനപാത്രം ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നു, ഇത് എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നുള്ള ആ വലിയ പ്രലോഭനം. ഈശോ നേരിട്ട ഏറ്റവും വലിയ പ്രലോഭനം അത് മരുഭൂമിയിലെ പരീക്ഷയല്ല, അത് ഗത്സമേനിലാണ്. കാരണം എന്താണ്? പിറ്റേന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ കൺമുൻപിൽ കാണുകയാണ്. കഠിനമായ പീഡനം, വലിയ വേദന, അപമാനം, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കുന്ന സങ്കടകരമായ അവസ്ഥ, ഭൂമിക്കും വേണ്ട ആകാശത്തിനും വേണ്ട എന്ന് പറഞ്ഞ് രണ്ടിനും മധ്യേ ഒരു മരക്കഷ്ണത്തിൽ 3 ആണികളിൽ നഗ്നനായി കുരിശിൽ തറയ്ക്കപ്പെടുന്നത് താൻ തന്നെയാണല്ലോ നാളെ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇതൊന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ. ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രലോഭനം അത് ഗത്സമേനിൽ ഉണ്ടായിരുന്നതാണ്. അവിടെ ഏതൊരു മനുഷ്യനെയും പോലെ ഈശോ വിലപിക്കുന്നുണ്ട്, ഈശോ കരയുന്നുണ്ട്,
ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊന്ന് മാറ്റിത്തരണേ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഗത്സമേൻ അനുഭവങ്ങൾ, കഠിനമായ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ അതിനെ എങ്ങനെ നേരിട്ടു എന്നത് പരിശോധിക്കുന്നത് നല്ലതാണ്. വചനം പറയുന്നു, ഒന്ന് ഇങ്ങനെയാണ്, എന്താണ്? അവൻ 3 പേരെ തിരഞ്ഞെടുത്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് ഈ ഗത്സമേൻ്റെ കഠിനമായ വേദനയുടെ അവസരത്തിൽ ഈശോ മുകളിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, താബോർ മലയിൽ ബിരുദൻ്റെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി കുറച്ചു പേരെ ചേർത്ത് പിടിക്കാനായി കർത്താവ് കാണിക്കുന്ന ഒരു പരിശ്രമം. 3 പേരെ അവൻ തിരഞ്ഞെടുക്കുകയാണ്, അവരോട് പങ്കുവെക്കുകയാണ് അവൻ്റെ വേദന. വചനം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു. എന്നതാ പറയുന്നതെന്ന് ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എങ്കിലും ഈശോയ്ക്കറിയാം ഇവന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈശോ ഷെയർ ചെയ്യുകയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ വലിയ വേദന, സങ്കടം ഈശോ പങ്കുവെക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടതായി ഒരു 3 പേരെ, അല്ലെങ്കിൽ പങ്കുവെക്കാൻ കണക്ക് ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കഠിനമായ വേദനകൾ വരുമ്പോൾ, വലിയ സഹനങ്ങൾ വരുമ്പോൾ, അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നമുക്കൊരാത്മീയ പിതാവ്, നമുക്കൊരു ആത്മീയ മാതാവ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ നയിക്കാൻ, വഴി കാണിച്ചു തരാൻ, ഒന്ന് ലൈറ്റ് അടിച്ചു തരാൻ, വെളിച്ചം വിതറാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. കർത്താവ് പോലും തിരഞ്ഞെടുത്ത് തൻ്റെ കഠിനമായ പ്രലോഭനത്തിൻ്റെ സമയത്ത്, വേദനയുടെ സമയത്ത് അവൻ 3 പേരെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. ഇത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പങ്കുവെക്കാത്ത അടഞ്ഞ പുസ്തകം പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ വെന്ത് വെണ്ണീറാവുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽപക്കത്ത്, എൻ്റെ വീട് കോഴിച്ചാലാണ്, അവിടെ അയൽപക്കത്തൊരു മരണം നടന്നു. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. ഒരു കർഷകനായ ഏലിയാസ് എന്ന് പറയുന്ന ചേട്ടൻ. ഞങ്ങളുടെയൊക്കെ പറമ്പ് അദ്ദേഹം പാട്ടത്തിനെടുക്കും. അവിടെയൊക്കെ ആയിരക്കണക്കിന് കവുങ്ങ്, പയർ, മറ്റ് പച്ചക്കറികൾ എല്ലാം, ഈ പച്ചക്കറികളുടെ പുള്ളി മനോഹരമായി കൃഷി ചെയ്യുന്ന നല്ല മനുഷ്യൻ. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടാകുന്നു, സഹനങ്ങളുണ്ടാകുന്നു. പക്ഷേ അവിടെ അവസാനം പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. റോയ് സാർ വലിയ കോടീശ്വരനായിരുന്ന മനുഷ്യൻ, ജീവിതം അവസാനിപ്പിക്കാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആയിരുന്ന ആൾ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹൃദയം പങ്കുവെക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ചുരുങ്ങും. പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചൊന്നും വരികയില്ല. ഈ അവസരത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാഴ്ച ഇടുങ്ങിയതാകും. പക്ഷെ അവിടെ മൂന്നാമതുള്ള ഒരാൾക്ക്, പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അല്പം കൂടി വിശാലമായിട്ട് കാര്യങ്ങൾ കാണാനും അല്പം കൂടി മനോഹരമായിട്ട് നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനും സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതല്ലേ? ഈശോ 3 പേരെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഏറ്റവും വലിയ സഹനത്തിൻ്റെ സമയത്ത് മലമുകളിലേക്ക് പോയെങ്കിൽ നമുക്കും ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എനിക്കൊരു ഗുണമില്ലല്ലോ, എനിക്ക് ദോഷം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയുന്നവർ മനസ്സിലാക്കുന്നില്ല. നോ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത് ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ലെന്ന് ഈശോയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ഈശോ പങ്കുവെക്കുകയാണ്, ഞാൻ മരണത്തോളം എൻ്റെ ആത്മാവിധ സഹനം ഏറ്റെടുത്തിരിക്കുന്നു, വേദന ഏറ്റെടുത്തിരിക്കുന്നു. ഈശോ ഷെയർ ചെയ്യുകയാണ് ശിഷ്യന്മാരുടെ കൂടെയുള്ളവർക്ക്. അവർക്കൊരു കിണയും മനസ്സിലായില്ല. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഈശോയ്ക്ക് ഒരെങ്കിലും അത് ഷെയർ ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, ഷെയറിങ്, പങ്കുവെക്കൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവന്, വലിയ മലവെള്ളമാണ്, അതിൽ മുങ്ങിപ്പൊങ്ങുന്നവന് അത് അവൻ്റെ ജീവൽ പ്രശ്നമാണ്. പക്ഷെ കരയ്ക്ക് നിൽക്കുന്നവന് ജസ്റ്റ് ഒന്ന് കൈ നീട്ടിക്കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കമ്പ് നീട്ടിക്കൊടുത്താൽ മതി, ഒരു കയറെറിഞ്ഞു കൊടുത്താൽ മതി. അവൻ അത്രേ ചെയ്യേണ്ടതുള്ളൂ. അവനത് വലിയ ജീവൽ പ്രശ്നമൊന്നും അല്ല. പക്ഷേ കരയ്ക്ക് നിൽക്കുന്നവൻ അത്രയും ചെയ്താൽ മതി, ഈ ഒരു ജീവൻ രക്ഷപ്പെടും.
പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ കൈ ഉയർത്തുന്നില്ല, നമ്മൾ പങ്കുവെക്കുന്നില്ല. അടച്ച പുസ്തകങ്ങൾ പോലെ നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ റിസർവ്ഡായിട്ട് നമ്മൾ ഇങ്ങനെ കരിന്തിരി കത്തിച്ച് തീർക്കുകയാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒന്നാമത്തെ സത്യം ഇത് തന്നെയാണ്. പങ്കുവെക്കാനായി അല്പം കൂടെ പക്വതയുള്ള, നമ്മളൊക്കെ അല്പം കൂടെ പ്രായവും ജീവിത പരിചയവുമുള്ള, അറിവുള്ള, ആത്മീയതയുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തുന്നത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് പോലെ നമുക്ക് പിടിച്ചു കയറാൻ സഹായകരമാകുമെന്നുള്ള സത്യം നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. തുറവിയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈശോ മിശിഹ അദ്ദേഹം കർത്താവ് ഷെയർ ചെയ്യുകയാണ്. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്നിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ന്യായീകരണങ്ങളൊക്കെ എന്തിനാണ്? ഞാൻ പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ പറയുന്നത് വേറെ രീതിയിലാണ് എൻ്റെ അമ്മ മനസ്സിലാക്കുന്നത്, അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഒന്ന് ഷെയർ ചെയ്യേ. നമ്മുടെ പ്രിയ ആത്മീയ പിതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയത്തില്ല, പക്ഷെ ഒന്ന് ഷെയർ ചെയ്യേ. അവിടെ നമുക്ക് വലിയൊരു ആശ്വാസമുണ്ടാകും. അതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, വചനം നമ്മളെ ഓർപ്പിക്കുന്ന വചനം പറയുകയാണ്, അവൻ അവരെ വിട്ട് മുന്നോട്ട് മാറി. ഈ 3 പേരെയും കൊണ്ട് ഗത്സമനിലേക്ക് പോയ കർത്താവ് വീണ്ടും വചനം പറയുന്നു, അവൻ അവരെ വിട്ട് അല്പം കൂടെ മുന്നോട്ട് മാറി തനിച്ചിരുന്ന് കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു അപകടം ഇതാണ്, ഷെയർ ചെയ്യും ആളുകളെടുത്ത്, പക്ഷേ അവിടം കൊണ്ട് നിൽക്കും. അവിടെ നിൽക്കരുത്, അതിനപ്പുറത്തേക്ക് അല്പം കൂടെ മുൻപോട്ട് വന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജീവനും ജീവിതവും തുറന്നു വെക്കാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കൂ എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിങ്കലേക്ക് കടന്നു വരാത്തിടത്തോളം കാലം നമ്മുടെ ഒരു പ്രതിസന്ധികൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയില്ല. കർത്താവിലേക്ക് കടന്നു വിടാത്തിടത്തോളം കാലം നമ്മുടെ പ്രതിസന്ധികളിലേക്ക് യഥാർത്ഥ വെളിച്ചം വരികയില്ല. മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകരുത് നമ്മുടെ ആത്മീയത. അത് കർത്താവിലേക്ക് വളരണം, അവിടത്തിലേക്ക് നീളണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈശോ അവിടെ നിന്നിട്ട് ആലങ്കാരിക ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല, സ്തുതിയുടെ ധാരാളിത്വം ഒന്നും പറയില്ല. കർത്താവ് ഹൃദയം പൊട്ടി പറയുകയാണ്, കർത്താവേ ഇതൊന്ന് മാറ്റിത്തരണമേ, ഈ പാനപാത്രം എന്നിൽ നിന്നൊന്നും മാറ്റിത്തരണമേ. തൻ്റെ വേദന ഞാൻ ആദ്യമേ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞില്ലേ, ഹൃദയത്തോട് പകരുന്ന, ഒരു പാനപാത്രത്തിൽ നിന്ന് മറ്റൊരു പാനപാത്രത്തിലേക്ക് വീഞ്ഞു പകരുന്നത് പോലെ, വെള്ളം പകരുന്നത് പോലെ ഹൃദയത്തിലേക്ക് പകരുന്ന ആ സുന്ദരമായ അനുഭവമാണ് പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഇതൊന്നും മാറ്റിത്തരണമേ. എന്നിട്ട് അവസാനത്തെ പ്രാർത്ഥനയുടെ ലാസ്റ്റ് സെൻറ്റൻസ് അതാണല്ലോ ഏറ്റവും ഹൈലൈറ്റ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പങ്കുവെക്കണം. അവിടം കൊണ്ട് നമ്മൾ നിൽക്കരുത്. അതിനപ്പുറത്തേക്ക് ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് കർത്താവിനോട് നമ്മുടെ ഹൃദയം പങ്കുവെക്കാൻ, ഹൃദയത്തിലേക്ക് പകരാൻ നമുക്ക് സാധിക്കണം. അവസാനം നമുക്ക് പറഞ്ഞിറങ്ങാൻ പറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഗത്സമേനിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമുള്ളൂ, അതിതാണ് ഈ പ്രാർത്ഥന. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നന്മ അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നന്മ അത് കർത്താവിന് മാത്രം ഗ്രാഹ്യമായൊരു കാര്യമാണ്, ഇല്ലേ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, നമ്മുടെ സങ്കടം ഇതല്ലേ, കർത്താവ് ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലേ, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ, എത്ര തിരികൾ ഞാൻ കത്തിച്ചു, അന്തോണിസുനാളത്തിൻ്റെ അടുത്ത്, യൂദാസ്ലീഗയുടെ അടുത്ത് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ടും ഞാൻ ഈ പരീക്ഷയ്ക്ക് ജയിച്ചില്ലല്ലോ, എൻ്റെ കെട്ടിയവൻ്റെ കുടിയൊന്നും മാറിയില്ലല്ലോ, എൻ്റെ മക്കൾ ഇങ്ങനെ തന്നെയാണല്ലോ. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രിയപ്പെട്ടവരെ, നാം നിരാശരാകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നന്മ അതറിയുന്നവൻ ദൈവമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അവിടുത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് ദൈവമെന്ന് വിചാരമുണ്ടോ നമുക്ക്? ഇടുകുടുക്കെ ചോറും കറിയും, കുടുക്ക ചോറും കറിയും, ഇടുകുടുക്ക ഇത് ഇങ്ങനെ ചോദിക്കുമ്പോൾ തരുന്ന കുടുക്കയാണ് കർത്താവെന്നൊരു ധാരണയുണ്ടോ നമുക്ക്? അതിനപ്പുറത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ നന്മ
അത് കർത്താവിനെ അറിയുന്നത് അല്ലേ? എത്രയോ ഉദാഹരണം, ഞാൻ എത്ര പരീക്ഷ എഴുതി, IELTS ഞാൻ 1000 തവണ നോക്കി, കിട്ടുന്നില്ല. 1 മാർക്ക് 1.5 മാർക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ ആത്യന്തികമായിട്ട് അറിയുന്നത് അവനാണ്. അവൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാൻ നമുക്ക് സാധിക്കണം, പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. കുഞ്ഞുനാളിൽ ബ്രദറായിരുന്നപ്പോൾ ഒരിടത്ത് കുട്ടികളെ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. ധ്യാനത്തിൻ്റെ അവസാന സെക്ഷൻ ആരാധനയും ഒരുക്കവും പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ഒരുങ്ങി വചനമൊക്കെ വെച്ച് റെഡിയാക്കി പാട്ടുകാരനോട് പറഞ്ഞ് ഇന്ന സമയത്ത് ഈ പാട്ടിടണം, ഇങ്ങനെ എല്ലാം പറഞ്ഞ് റെഡിയാക്കി സമയമായപ്പോൾ കരണ്ടും പോയി, ഇടിവെട്ടും മഴയും, ഒരു ചെറിയ പള്ളി മൊത്തം അലങ്കോലമായി. ആകെ സങ്കടപ്പെട്ടു എന്ന കൊച്ചു ബ്രദറായിരുന്നു എന്നെ വികാരത്തിന് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, എടാ കർത്താവിനത് മതി, അതുകൊണ്ടാണ് നീ എന്തിനാ വിഷമിക്കുന്നേ? കർത്താവിന് ആവശ്യമില്ലാതെ കാര്യം നീ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നേ? ഈ സ്ഥലത്ത് ഈ സമയത്ത് ഇത് മതിയെന്നുള്ളതാണ് കർത്താവിൻ്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനത്തിനപ്പുറത്തേക്ക് പോകാൻ നിനക്ക് സാധിക്കുമോ? അതിനെ ഓർത്ത് നീ എന്തിനാ വ്യർത്ഥമായി കണ്ണീര് പൊഴിക്കുന്നതെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം പിന്നീടാണ് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായ നമ്മുടെയൊക്കെ നന്മ ദൈവത്തിങ്ങനെ അറിയാമെന്നിരിക്കെ അവിടുത്തെ ഹിതത്തിലേക്ക് നമ്മൾ ശിരസ് നമിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഗത്സമേൻ അനുഭവമുണ്ടല്ലോ, ആ ഒരു ചുഴിയുണ്ടല്ലോ, ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, സഹനമുണ്ടല്ലോ, അവിടുന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ഒറ്റ സെൻറ്റൻസ് നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കണം, ആത്മാർത്ഥമായിട്ട് കൂട്ടിച്ചേർക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പ്രലോഭനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു, അവൻ കുരിശിൽ വിജയം വരിച്ചു. നമ്മുടെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചില്ല, അവർ പ്രലോഭനത്തിൻ്റെ സമയത്ത് വീണുപോയി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് പ്രലോഭന സമയങ്ങളിൽ നമ്മൾ പിടിക്കേണ്ട ഏറ്റവും ശക്തമായ ആയുധം. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കറിയാം. നമ്മുടെ എത്രയോ മനോഹരമായ പ്രാർത്ഥനകൾ നമുക്കുണ്ട്. ആ പ്രാർത്ഥനകൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് ആഴത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഈശോയും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടല്ലേ? 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? ഈശോ ചോദിക്കുകയാണ്. അത് അന്ന് ശിഷ്യന്മാരോട് മാത്രമല്ല, നമ്മളോടൊക്കെ ചോദിക്കുകയാണ്, നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? എല്ലാം ഈശോയ്ക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ഈശോ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതല്ലേ നടത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നീ പ്രാർത്ഥിക്കണം. 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുകയില്ലേ? അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം കൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് സ്വീകരിച്ച അതേ വഴിയിൽ മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. തുറന്നു പറയാനും പങ്കുവെക്കാനും ഒരു ആത്മീയ പിതാവിൻ്റെ സാന്നിധ്യം, ഒരു ആത്മീയ മാതാവിൻ്റെ സാന്നിധ്യം നമുക്കുള്ളത് നല്ലതാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഒരു കല്ലേറ് ദൂരം മാറി ഞാനും എൻ്റെ ദൈവവും മാത്രമായിരുന്ന് എൻ്റെ ഹൃദയ വിചാരങ്ങൾ, വേദനകൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് പകരാൻ എനിക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അവസാനം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവനും ജീവിതവും പരിപൂർണമായി അവിടുത്തേക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.